ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ HB, ഭാരത് തുടങ്ങിയ ഏത് കമ്പനിയുടെ LPG ഗ്യാസ് കണക്ഷൻ ആണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും വിവിധ ഗ്യാസ് വിതരണ കമ്പനികളുടെയും കർശനമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും വീടുകളിലെത്തി നിർബന്ധിത പരിശോധന നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ഗ്യാസ് ഏജൻസികളിൽ നിന്നും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ലൈസൻസ് ഉള്ള ടെക്നീഷ്യൻസ് ഇതിനോടൊപ്പം തന്നെ വീടുകളിൽ എത്തി പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നിങ്ങളുടെ പ്രദേശത്ത് ഇതുവരെ ഈ പരിശോധന നടന്നിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മാസങ്ങളിലോ നിങ്ങളുടെ വീട്ടിലും ഇവർ എത്തുന്നതായിരിക്കും. 5 വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഈ സുരക്ഷാ പരിശോധനയ്ക്ക് വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ എത്തുന്ന സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കുന്നത് നമ്മുടെ അടുക്കളയിലെ പാചകവാതക സംവിധാനങ്ങളുടെ സുരക്ഷിതത്വമാണ്. LPG സിലിണ്ടർ ഇരിക്കുന്ന സ്ഥലം, സിലിണ്ടറിന്റെ കാലാവധി, അതുമായി ഘടിപ്പിച്ചിരിക്കുന്ന റെഗുലേറ്റർ, ഗ്യാസ് അടുപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഹോഴ്സ് പൈപ്പ്, സുരക്ഷാ ഹോഴ്സ്, ഗ്യാസ് അടുപ്പിന്റെ ബർണറുകൾ എന്നിവയെല്ലാം തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസ് ചോർച്ചയോ മറ്റു തകരാറുകളോ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്യും. പരിശോധനയ്ക്ക് ശേഷം ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയ സുരക്ഷാ റിപ്പോർട്ട് ഇവർ തയ്യാറാക്കുകയും അതിന്റെ ഒരു കോപ്പി ഉപഭോക്താവിന് കൈമാറുകയും ചെയ്യും. ഈ പരിശോധനയ്ക്കിടയിൽ നിങ്ങളുടെ ഹോഴ്സ് പൈപ്പിനോ റെഗുലേറ്ററിനോ എന്തെങ്കിലും കേടുപാടുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവയുടെ കാലാവധി കഴിഞ്ഞതായിട്ട് ബോധ്യപ്പെടുകയോ ചെയ്താൽ അത് അപ്പോൾ തന്നെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ സുരക്ഷാ ഉപകരണങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കും. വിപണിയിൽ ലഭ്യമായ ഗുണനിലവാരമുള്ള ISI മുദ്രയുള്ള ഉപകരണങ്ങൾ മാത്രമേ ഇവർ നൽകുകയുള്ളൂ. ഈ സുരക്ഷാ പരിശോധന സൗജന്യമല്ല. നിലവിൽ ഈ 5 വർഷത്തെ നിർബന്ധിത സർവീസിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ചാർജ് 200 രൂപയാണ്. ഇതിനോടൊപ്പം കേന്ദ്ര GSTയും സംസ്ഥാന GSTയും ചേർത്തുള്ള 36 രൂപ കൂടി ഉൾപ്പെടുത്തി ആകെ 236 രൂപയാണ് നിങ്ങൾ ടെക്നീഷ്യന് നൽകേണ്ടി വരുന്നത്. ഗ്യാസ് ഏജൻസികളുടെ ഇത്തരത്തിലുള്ള പരിശോധനയുടെ മറവിൽ വ്യാജന്മാർ വീടുകളിൽ വരാൻ സാധ്യത വളരെ കൂടുതലായതിനാൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും വരുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ട് ID ചോദിക്കുക. തിരിച്ചറിയൽ കാർഡ്, ഏജൻസിയിൽ നിന്നുള്ള സാക്ഷ്യപത്രമോ ചോദിച്ചു വാങ്ങി അത് കൃത്യമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ അവരെ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കാവൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.